ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം ഇങ്ങനെ പറയും: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, സജീവമായ വചനത്തിന്, ഊർജ്ജസ്വലമായിട്ടുള്ള വചനത്തിന് വ്യക്തിജീവിതങ്ങളെ മാറ്റിമറിക്കാനും മാനസാന്തരത്തിലേക്കും സൗഖ്യത്തിലേക്കും രക്ഷയിലേക്കും നയിക്കാൻ കഴിവുണ്ട് എന്ന കാര്യം ഈ സമയം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നും വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നവരാണ് നമ്മൾ, വായനകൾ കേൾക്കുന്നവരാണ് നമ്മൾ, മനസ്സിൽ വചനം സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. ഈ വചനത്തിന് വലിയ ശക്തി നമ്മളിൽ അനുദിനവും പ്രവർത്തിക്കാൻ കഴിയും. ഈ ശക്തി കൊണ്ട്, വചനത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും നമ്മുടെ രീതികളും ശൈലികളും എന്തിനു വേണ്ടു നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ ഈ വചനത്തിന് ശക്തിയുണ്ട് എന്ന കാര്യം മറക്കല്ല് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മറക്കാൻ പാടില്ല. വലിയ കാരണം ഈ വചനത്തിന് ജീവനുള്ളത് കൊണ്ട് തന്നെ, വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വികാര വിചാരങ്ങളെയും വിവേചിച്ചറിഞ്ഞ് തിന്മയായിട്ടുള്ളതിനെ മാറ്റി നന്മയിൽ വളർന്നു വരാൻ തിരുവചനം നമ്മളെ സഹായിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ, മംഗളവാർത്ത സ്വീകരിക്കുന്ന സമയം അമ്മ പറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. അമ്മ വചനത്തിന് തന്നെ സമർപ്പിക്കുകയാണ്. വചനത്തിന് മാംസം കൊടുക്കാൻ തൻ്റെ ജീവിതത്തെ മുഴുവനും അങ്ങ് സമർപ്പിക്കുകയാണ്. വചനത്തിന് മാംസം കൊടുക്കാൻ തയ്യാറായ അമ്മ പുതിയ ഒരു ജീവിത ശൈലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ മാതാവായിട്ട് മാറുന്നു, നിത്യകന്യകയായിട്ട് മാറുന്നു. പിന്നെന്താണ്, അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാ സുഹൃതങ്ങളും എല്ലാ പുണ്യങ്ങളും എല്ലാ ആത്മീയ വരങ്ങളും എല്ലാം വചനത്തിന് തന്നെ സമർപ്പിച്ച നിമിഷം മുതൽ ലഭിക്കുകയാണ്. കുഞ്ഞുനാൾ മുതൽ, ഉത്ഭവ നിമിഷം മുതൽ അമ്മ പാപക്കറയില്ലാതെ ജനിച്ചവളാണ്. അമലോത്ഭവയാണ് അമ്മ, അറിയാം നമുക്ക്. പരിശുദ്ധ അമ്മ വചനത്തിന് എപ്പോൾ തന്നെ സമർപ്പിച്ചുവോ ആ സമയം മുതൽ അമ്മയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കർത്താവ് ഏറ്റെടുക്കുകയാണ്. എപ്പോഴും സഹായമായി, ശക്തിയായി ദൈവിക സാന്നിധ്യം അമ്മയിലുണ്ടായിരുന്നു. വചനത്തെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പഴയ ജീവിതാനുഭവങ്ങളിലേക്ക് പോകാൻ പറ്റുകയില്ല. പഴയ ജീവിതാനുഭവങ്ങളിൽ തുടർന്നുകൊണ്ട് പോകാൻ പറ്റുകയില്ല. പുതിയ ജീവിതശൈലി സ്വീകരിക്കുകയാണ് വചനം സ്വീകരിക്കുമ്പോൾ. വചനം ശ്രവിച്ച് അതനുസരിച്ച് ഫലം പുറപ്പെടുവിക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ വലിയ പരിവർത്തനത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തുകയാണ്. നമ്മളെ തന്നെ മാറ്റിമറിക്കാൻ നമ്മൾ സമർപ്പിക്കുകയാണ്. എത്രയോ പേരുടെ ജീവിതങ്ങളിൽ ഈ വചനങ്ങൾ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കി, വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നോക്കിയാൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വചനം സ്വാധീനിച്ചിട്ട് ഈ വചനത്തിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെ ശക്തമായ മാറ്റങ്ങൾക്കും മാനസാന്തരങ്ങൾക്കും ഒക്കെ വിധേയപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാം. സാവൂള്, പുതിയ നിയമത്തിലെ സാവൂള് എന്തോ ഒരു തീക്ഷ്ണമതിയായിരുന്നു ക്രിസ്ത്യാനികളെ കൊല്ലാൻ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മോളെ കണ്ടാൽ അന്നേരം തല്ലിക്കൊല്ലും. അത്രയും വാശിയും എന്താ പറയുക, അത്രയും തീക്ഷ്ണതയുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ സാവൂള്. ക്രിസ്ത്യാനികൾ എന്ന പേര് പോലും കേൾക്കാൻ ഇഷ്ടമില്ലായിരുന്നു. അവരെയൊക്കെ പീഡിപ്പിക്കുക, വധിക്കുക, അത് സാവൂളിനൊരു ഹരം പിടിപ്പിക്കുന്ന കാര്യമായിരുന്നു. അങ്ങനെയുള്ള സാവൂള് ഒരു മിന്നലൊളി തൻ്റെ മേൽ പതിക്കുന്ന കണ്ടിട്ട് നിലത്ത് വീഴുകയാണ്. ഉടനെ ഒരു സ്വരം കേൾക്കുകയാണ്, സാവൂൾ, സാവൂൾ, എന്തിനാ നീ എന്നെ പീഡിപ്പിക്കണത്? എന്തിനാ നീ എന്നെ പീഡിപ്പിക്കുന്നത്? ഉടനെ ചോദിക്കുന്നു, കർത്താവേ, അങ്ങ് ആരാണ്? ഈശോ മറുപടി പറയാണ്, നീ പീഡിപ്പിക്കുന്ന നസ്രായനായ ക്രിസ്തുവാണ് ഞാൻ. ഈ ഒരൊറ്റ സ്വരം സാവൂളിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. മനുഷ്യരുടെ സ്വരം എന്തോരം സാവൂള് കേട്ടിട്ടുണ്ടാവും. കുഞ്ഞുനാൾ മുതൽ ആ സമയം വരെയും ഒരു സെക്കൻഡ് പോലും മനുഷ്യരുടെ സ്വരം മാറി നിന്നിട്ടില്ല. എപ്പോഴും കേൾക്കാം കാതുകളിൽ. മനുഷ്യരുടെ സ്വരം ഇങ്ങനെ കാതുകളിൽ അലയടിച്ചിട്ടുണ്ട് 1000 പ്രാവശ്യം, എന്തോരം പ്രാവശ്യം.
അതൊന്നും സാവൂളിനെ മാറ്റം വരുത്തിയില്ല. അതൊന്നും സാവൂളിൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ദൈവത്തിൻ്റെ സ്വരം, തിരുവചനം കേട്ട ആ സമയം, ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ വന്ന് പതിച്ച ആ സമയം മുതൽ സാവൂള് മാറുകയാണ്. സാവൂള് സ്വയം ഇല്ലാതെയാവുകയാണ്. സാവൂള് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനം സാവൂളിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. സാവൂള് പിന്നീട് ദൈവത്തിൻ്റെ സന്ദേശപ്രകാരം തന്നെ അനനിയാസ് എന്ന വ്യക്തിയുടെ അടുത്തേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ചെല്ലുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാഴ്ച തിരിച്ചു കിട്ടുന്നു. പിന്നീട് അങ്ങോട്ട് സാവൂളിൻ്റെ ഒരു ഓട്ടം ഉണ്ട്. പൗലോസായി മാറി. ഈ പൗലോസ് പിന്നീട് അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും? 14 ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഈ ലേഖനങ്ങൾ മുഴുവനും എഴുതിയത് ഓരോ സഭയ്ക്ക് നേതൃത്വം കൊടുത്തിട്ട് ആ സഭാമക്കളെയെല്ലാം വിശ്വാസത്തിൽ വളർത്താൻ, തീക്ഷ്ണതയിൽ അവരെ ജ്വലിപ്പിക്കാൻ, അവർക്കാവശ്യമായ കരുത്തും അവർക്കാവശ്യമായ ഊർജവും ഒക്കെ പകർന്നു കൊടുക്കുകയാണ് പൗലോസ്. എന്തോ ഒരു ധൈര്യത്തോടെയാണ് മുന്നോട്ട് പോയത്. എന്തോ ഒരു സഹിച്ചു പൗലോസ് ഇല്ലേ? കപ്പൽ അപകടത്തിൽ പെടുന്നു, ജയിലിൽ അടയ്ക്കപ്പെടുന്നു, പട്ടിണി കിടക്കേണ്ടി വരുന്നു, ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു, എതിർപ്പുകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ സഹിച്ചിട്ടും പൗലോസ് അല്പം പോലും ക്രിസ്തുവിനെ വേണ്ട എന്ന് പറഞ്ഞില്ല. മാത്രമല്ല, കൂടുതൽ ഉത്സാഹത്തോടെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഒടുവിൽ ശിരസ് ഛേദിക്കപ്പെട്ട് തൻ്റെ ജീവൻ സമർപ്പിക്കുന്ന സമയത്തും പൗലോസ് ഹൃദയത്തിൽ വലിയ സ്നേഹമായിരുന്നു, സന്തോഷമായിരുന്നു ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയതിൽ. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. പൗലോസ്ലീഹ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. എവിടെ പോയാലും ഈ ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കാൻ വലിയ ആവേശം, വലിയ ധൈര്യം. പൗലോസ്ലീഹയുടെ വാക്കുകൾക്കൊക്കെ വലിയ ശക്തിയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സാവൂളിനെ പൗലോസാക്കി മാറ്റിയത് വചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് വലിയ മാനസാന്തരങ്ങൾ. ലോകത്തിൻ്റെ പിടിയിലായിരുന്ന വ്യക്തിയെ അവിടെ നിന്ന് എടുത്ത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിക്ഷേപിക്കാൻ, ദൈവത്തിൻ്റെ കരങ്ങളിൽ താങ്ങിപ്പിടിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ഉയർത്താൻ തിരുവചനത്തിന് കഴിയും. ഓരോ പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോഴും എന്നെയും മാറ്റണേ ഈശോയെ, എൻ്റെ മനോഭാവങ്ങളെ മാറ്റിത്തരണേ എന്ന പ്രാർത്ഥനയോടെ, എന്നെയും എളിമപ്പെടുത്തണേ, വിശുദ്ധീകരിക്കണേ എന്ന പ്രാർത്ഥനയോടെ നീ വചനം വായിക്കുന്നുവെങ്കിൽ, വചനത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നുവെങ്കിൽ, നീ അറിയാതെ നിൻ്റെ സ്വഭാവം, നീ അറിയാതെ നിൻ്റെ പെരുമാറ്റം പതിയെ 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 മാറിക്കൊണ്ടേയിരിക്കും, രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. തിരുവചനത്തിന് വലിയ ശക്തിയാണ്, തിരുവചനത്തിന് വലിയ കൃപയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനത്തെ എപ്പോഴും സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കണം. വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം എന്തോരം മാറ്റങ്ങളാണ്. എത്രയോ നമ്മുടെ ഫ്രാൻസിസ് സേവിയർ എത്രയോ ഉന്നതമായിട്ടുള്ളൊരു ജോലി ചെയ്തിരുന്ന വ്യക്തിത്വമാണ്. പാരീസ് യൂണിവേഴ്സിറ്റിയിൽ ഒത്തിരി നല്ല രീതിയിൽ നല്ല ശമ്പളമൊക്കെ വാങ്ങുന്ന മിടുമിടുക്കനായിട്ടുള്ളൊരു അധ്യാപകനായിരുന്നു. തത്വശാസ്ത്ര വിഭാഗത്തിൽ അധ്യാപക ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഫ്രാൻസിസ് സേവിയറിനോട് ഈശോ സഭ അംഗമായ, ഈശോ സഭ സ്ഥാപിച്ച സ്ഥാപക പിതാവായ ബഹുമാനപ്പെട്ട ഇഗ്നേഷ്യസ് ലയോള അച്ഛൻ ചെന്നിട്ട് സംസാരിക്കുകയാണ്. വിശുദ്ധനായ ഇഗ്നേഷ്യസ് ലയോള ചെന്നിട്ട് സംസാരിക്കുകയാണ്. കുറേയധികം കാര്യങ്ങൾ ഈശോയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഒന്നും യേശുന്നില്ല. ഒടുവിൽ ഒരു വചനം, ഒരുവൻ ലോകം മുഴുവൻ നേടിയിട്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? ഫ്രാൻസിസേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയിട്ട് ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? പിന്നെയും ഇതേ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ വചനം ഇഗ്നേഷ്യസ് ലയോള എന്ന വിശുദ്ധൻ പിന്നെയും ഈ വചനം ഇങ്ങനെ കുത്തിക്കേറുന്ന പോലെ, കീറി മുറിക്കണ പോലെ ഫ്രാൻസിസ് സേവിയറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് സേവിയറിൽ വലിയ മാറ്റം, ചലിക്കാൻ തുടങ്ങി ആ മനസ്സിൽ അസ്വസ്ഥതയായി തുടങ്ങി. അതുവരെ മനസ്സ് ശാന്തമായിരുന്നു. വചനം പ്രവേശിക്കുന്നതിന് മുൻപ് വളരെ കൂളായിട്ട് പോയിരുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. വീട്ടിലോ നാട്ടിലോ ജോലി കാര്യങ്ങളിലോ സാമ്പത്തിക മേഖലയിലോ അല്ലെങ്കിൽ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. പക്ഷേ വചനം ഉള്ളിൽ പ്രവേശിച്ച സമയം മുതൽ വലിയൊരു അസ്വസ്ഥത, വലിയൊരു പിരിമുറുക്കം, അല്ലെങ്കിൽ ഒരു മാനസിക സംഘടനം. വേണ്ടയോ, നിർത്തണോ, തുടരണോ, വല്ലാത്തൊരു മാനസിക സംഘടനയാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയിട്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം? കോടിക്കണക്കിന് സമ്പത്തുണ്ടായിട്ട് ഈശോ കൂടെയില്ലെങ്കിൽ എന്ത് കാര്യം സഹോദര? കോടിക്കണക്കിന് ആസ്തി നിനക്കുണ്ട്, ബാങ്കിൽ മുഴുവനും ഡെപ്പോസിറ്റാണ്, എത്ര ഏക്കർ കണക്ക് പറമ്പ്, ഇതൊക്കെ ഉണ്ടായിട്ട് ക്രിസ്തു കൂടെയില്ലെങ്കിൽ, നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? തിരുവചനം ഫ്രാൻസിസ് സേവിയറിനെ മാറ്റിമറിക്കുകയാണ്. ഫ്രാൻസിസ് സേവിയർ മാറുന്നു, ജോലി രാജിവെക്കുന്നു, ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ തീരുമാനമെടുക്കുന്നു. സാധാരണ ഫ്രാൻസിസ് വിശുദ്ധനായ ഫ്രാൻസിസ് സേവിയറായിട്ട് മാറുകയാണ്.
വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യർ എത്ര സ്ഥലങ്ങളിലേക്കാണ് പിന്നെ ഓടിപ്പോയത്, എത്ര രാജ്യങ്ങളിലേക്ക് ഓടിപ്പോയി. ചെരുപ്പൊന്നും ഇടാറില്ലായിരുന്നു, ഓടുമായിരുന്നു നടന്നുകൊണ്ട്. അന്നൊന്നും ഇതുപോലെ ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, അന്നൊന്നും ഇതുപോലെ യാത്രയ്ക്കുള്ള സൗകര്യങ്ങളില്ലല്ലോ. ഓടുമായിരുന്നു, ഓടി 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 അനേക രാജ്യങ്ങളിൽ ക്രിസ്തുവിനെ കൊടുക്കാൻ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന് ഭാഗ്യം കിട്ടുകയാണ്. ഒറ്റ കാരണം, തിരുവചനം മാറ്റം വരുത്തുകയാണ്, തിരുവചനം മാറ്റിമറിക്കുകയാണ്. ബൈബിളിലേക്ക് തന്നെ വന്നാൽ സക്കേവൂസിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. സക്കേവൂസ് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത മനുഷ്യനാണ്. ആരും കാണാണ്ട് സിക്കമൂർ മരത്തിൻ്റെ മണ്ടയിൽ കയറിയിരുന്നതാണ്. ഈശോനൊന്ന് കാണണം, അത്രേ ഉള്ളൂ, മിണ്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, അങ്ങനെ കയറിയിരുന്നതാണ്. ഈശോ വന്നിട്ട് സക്കേവൂസേ വേഗം ഇറങ്ങി വാ, എനിക്ക് നിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ക്രിസ്തുവിൻ്റെ സ്വരം മാറ്റും നമ്മളെ, ക്രിസ്തുവിൻ്റെ സ്വരം നമ്മളെ രൂപാന്തരപ്പെടുത്തും. ക്രിസ്തുവിൻ്റെ സ്വരം നിനക്ക് കേൾക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പ് നീ പഴയ ജീവിതമല്ല, പുതിയ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തുവിൻ്റെ സ്വരം കേട്ടിട്ടില്ല എങ്കിൽ നമുക്ക് വിശ്വസിക്കാം, അത് കേൾക്കാൻ തുടങ്ങുന്ന സമയം തന്നെ നമ്മൾ മാറും. നമ്മുടെ കുടുംബത്തിൽ മാറ്റം വരും, നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ മാറ്റം വരും. സക്കേവൂസ് ഈ ഒറ്റ സ്വരം കേട്ടതേ ഉള്ളൂ, ചാടി ഇറങ്ങി വീട്ടിലേക്ക് വന്നു, ഈശോയെ കൊണ്ടുപോയി. ഒറ്റ ദിവസം ഈശോയുടെ കൂടെ കുറേ ചിരിച്ചു കളിച്ചു, വർത്താനം പറഞ്ഞു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, പ്രാർത്ഥിച്ചു. ഇതാ പിരിയാൻ പോകാൻ നേരത്ത് സക്കേവൂസ് പറയാൻ, കർത്താവേ എൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുത്തുകൊള്ളാം, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് ഞാൻ കൊടുത്തോളാം. എന്തൊരു തീരുമാനം അത്, എത്ര വലിയൊരു പ്രഖ്യാപനം അത്. സാധാരണക്കാർക്ക് പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മൾ ചെയ്യുമോ? സ്വത്തിൻ്റെ പകുതി കൊടുക്കാമെന്ന് 1, 2 വഞ്ചിച്ചെടുത്തതിൻ്റെ 4 ഇരട്ടി. ആർക്ക് കൊടുക്കാൻ പറ്റും? പിന്നെ എന്തെങ്കിലും ബാക്കിയുണ്ടോ കയ്യിൽ? പിന്നെ പഞ്ഞം കിടക്കേണ്ടി വരികയല്ലേ, പിന്നെ കിടക്കാൻ വീട് പോലും കാണത്തില്ലല്ലോ. പ്രിയമുള്ള സഹോദരങ്ങളെ, സക്കേവൂസ് മാറുകയാണ്. എന്താ അതിൻ്റെ സമ്മാനം? രക്ഷ കിട്ടുകയാണ്. ആ കുടുംബം മുഴുവൻ രക്ഷയിലേക്ക്. ഈശോ പറഞ്ഞില്ലേ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. തിരുവചനം നമ്മളെ മാറ്റും. ബൈബിൾ വായിക്കുമ്പോൾ, ഓരോ ദിവസവും വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുക്കുമ്പോൾ ഏറ്റവും സ്നേഹത്തോടെ കർത്താവ് സംസാരിക്കുന്ന സ്വരം കേൾക്കാൻ കൊതിയോടെ നമ്മൾ വചനം തുറക്കുമ്പോൾ ഈ വലിയ മാറ്റത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്, നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഒന്ന് മാറ്റിത്തരണേ എന്ന പ്രാർത്ഥനയോടെയാണ് വിശുദ്ധ ഗ്രന്ഥം ഓരോ സമയവും വായിക്കേണ്ടത്. ഒന്ന് മാറ്റിത്തരണേ, ഒന്ന് സ്വീകരിച്ച് അനുഗ്രഹമാക്കി മാറ്റണേ, തിരുവചനത്തിലൂടെ സംസാരിക്കണേ ഈശോയെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും, ഒരു സംശയവും വേണ്ട. വിശുദ്ധ പാദ്രി പിയോ കേട്ടിട്ടില്ലേ? എത്രയോ വലിയൊരു വിശുദ്ധനാണ്. ഈ പാദ്രി പിയോയെ ഏറ്റവും അധികം സ്വാധീനിച്ച വചനം ഏതെന്നറിയോ? ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മയായി ഞാനൊന്നും കാണുന്നില്ല. ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊരു മേന്മയും മറ്റൊന്നിലും ഞാൻ കാണുന്നില്ല. എപ്പോഴും വിശുദ്ധ പാദ്രി പിയോയ്ക്ക് ശക്തിയായി തീർന്നത് കുരിശാണ്, ഈശോയുടെ കുരിശാണ്. ചേർന്ന് നിൽക്കുമായിരുന്നു. തിരുവചനം എന്നും പാദ്രി പിയോയ്ക്കൊരു ശക്തി കേന്ദ്രമായിരുന്നു. തിരുക്കുരിശ് എന്നും ഒരു ആശ്രയമായിരുന്നു. എന്തോ ഒരു സഹനങ്ങളിലൂടെ പോയി, എത്ര എതിർപ്പുകളുണ്ടായി, എന്തോ ഒരു പ്രശ്നങ്ങളെ അതിജീവിച്ചു. ഒറ്റയ്ക്ക് നിന്നിട്ടല്ലേ തരണം ചെയ്തത്. കൂട്ടിന് ആരും ഉണ്ടായിരുന്നില്ല, സഹപ്രവർത്തകരോ സഭാധികാരികളോ ആരും ഇല്ലായിരുന്നു. തനിച്ച് നിന്നിട്ട് സകലതിനെയും അതിജീവിച്ചു. ഒരേ ഒരു ആശ്വാസം, തിരുവചനവും തിരുകുരിശും പരിശുദ്ധ അമ്മയും. എന്നും ആശ്രയമായിട്ട് തീർന്നത് തിരുവചനവും തിരുകുരിശും പരിശുദ്ധ അമ്മയൊക്കെയാണ്. പാദ്രി പിയോയുടെ ജീവിതത്തിൽ തൻ്റെ അരികിലേക്ക് വന്നവർക്കൊക്കെ ആശ്വാസവും സമാധാനവും സൗഖ്യമൊക്കെ പകർന്നു കൊടുക്കാൻ ഭാഗ്യം കിട്ടിയത് ഈ തിരുവചനത്തിൽ നിന്ന് ഉൾക്കൊണ്ട ശക്തിയായിരുന്നു. ആ ജീവിത സാക്ഷ്യമായിരുന്നു അനേകർക്ക് പ്രചോദനമായിട്ട് തീർന്നത്. തിരുവചനം വായിക്കുമ്പോൾ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ശക്തി കിട്ടുകയാണ്, വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കിട്ടുകയാണ്. മോനെ ഈ വഴി കൂടെ പോ, മോളെ അത് വേണ്ട കേട്ടോ, മോളെ ഇന്ന വഴി കൂടെ പോ. കൃത്യമായിട്ട് കർത്താവ് തിരുവചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരും. എന്ത് ചെയ്യണമെന്ന്, തളരണ്ടാന്ന്, ധൈര്യമായിട്ടിരിക്കണമെന്ന്, മുന്നോട്ട് പോകണമെന്ന്, പിന്തിരിയില്ലെന്ന്, ഓരോന്ന് വ്യക്തമായിട്ട് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. അതൊരു പഴഞ്ചൻ കാര്യമായിട്ട് കണ്ടേക്കല്ല്. എല്ലാവരും വായിക്കണോണ്ട് വായിച്ചു, അങ്ങനെയല്ല. എല്ലാ സമയവും വേറൊന്നും വായിക്കാനില്ലാത്തതുകൊണ്ട് ബൈബിൾ വായിക്കണു, അങ്ങനെയുമല്ല. എന്നോട് എൻ്റെ കർത്താവിന് വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ ഒരു നല്ല വേദിയാണ്. എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, എന്നോട് എന്തെങ്കിലും ഒന്ന് പറയാൻ കൊതിയുള്ളത് കൊണ്ട് എന്നോട് സംസാരിക്കാൻ എടുക്കുന്ന വേദിയാണ് വിശുദ്ധ ഗ്രന്ഥം. പൊതുവായിട്ടല്ലല്ലോ, എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ ഈശോ ആഗ്രഹിക്കുകയല്ലേ. വ്യക്തിപരമായിട്ട് സ്നേഹിതർ അങ്ങനെയല്ലേ, അവർക്ക് മറ്റെല്ലാവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനല്ല ഇഷ്ടം. ഒറ്റയ്ക്ക് തമ്മിൽ കാണാനും സംസാരിക്കാനും സ്നേഹിതരെപ്പോഴും അങ്ങനെയാണ്. ഈശോ ഒറ്റയ്ക്ക് എന്നോട് സംസാരിക്കാൻ,
എൻ്റെ വ്യക്തി ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ തിരുവചനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയോടെ വേണം വായിക്കാൻ, സ്നേഹത്തോടെ വേണം വായിക്കാൻ. ഈ വചനം നമ്മളെ സൗഖ്യത്തിലേക്ക് നയിക്കും. ഈ വചനം നമ്മളെ കൃപയിലേക്ക് ഉയർത്തും. ഈ വചനം നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വിശുദ്ധ വിയാനിയച്ചൻ്റെ ജീവിതത്തിലൊരു സംഭവം ഓർക്കുന്നില്ലേ? വിയാനിയച്ചൻ ആദ്യമായിട്ട് ആർസ് എന്ന പള്ളിയിൽ ചാർജ് എടുത്തിട്ട് അവിടെ ദൈവജനത്തിന് ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ദൈവജനത്തിന് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഈ വിയാനിയച്ചന് എന്താണ് പറയേണ്ടതെന്നൊന്നും വലിയ പിടുത്തമില്ല. പ്രസംഗമൊക്കെ ഒരുങ്ങി, പഠിച്ചൊക്കെ പോയി, കുറേ നോട്ട്സൊക്കെ ഉണ്ട്. പാവം നല്ല പേടിയാണ്. എന്നിട്ടോ ജനം ഇങ്ങനെ കാത് തുറന്നിരിക്കുകയാണ്. എന്നാ പറയാൻ പോണത്, എന്താ പറയാൻ പോണത്, ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ വിയാനിയച്ചൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ സ്നേഹത്തോടെ ഇരിക്കുകയാണ്. പ്രസംഗത്തിൻ്റെ സമയമായി. വിയാനിയച്ചൻ വയർക്കാൻ തുടങ്ങി. ഒന്നും പറയാൻ കിട്ടുന്നില്ല. അതുവരെ ഒരുങ്ങിയതൊക്കെ പോയി, തല മുഴുവൻ ബ്ലാങ്കായി, ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഒരേ ഒരു കാര്യം മനസ്സിലേക്ക് വരികയാണ്. ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുള്ള മനുഷ്യനാണ്. മണിക്കൂറുകൾ സക്രാരിയെ വട്ടം കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച് രാത്രികൾ പകലുകളാക്കിയിട്ടുണ്ട്. അത്രയും പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുണ്ട്. പക്ഷേ സമയമായപ്പോൾ ഒന്നും പറയാൻ കിട്ടുന്നില്ല. പക്ഷേ എന്നാ ചെയ്തെന്നറിയോ? വിയാനിയച്ചൻ എന്നാ ചെയ്തെന്നറിയോ? കുറേ നേരം മിണ്ടാതിരുന്നു. ജനത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, മിണ്ടാതെ നിൽക്കുകയാണ്, ഒന്നും പറയാൻ കിട്ടാതെ. പാവം 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വിയാനിയച്ചൻ പറഞ്ഞു, മക്കളെ, ദൈവം സ്നേഹമാണ്. അത്രേ പറഞ്ഞുള്ളൂ. ഇവർ മനസ്സിൽ പറയാൻ തുടങ്ങി, ദൈവം സ്നേഹമെന്ന് കുഞ്ഞുനാളിൽ വേദപാഠം പഠിച്ചപ്പോൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അച്ഛാ, വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പറ. അവർ പുറത്ത് പറഞ്ഞില്ല കേട്ടോ, അവർ മനസ്സിൽ പറഞ്ഞു. അച്ഛന് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ പറയേണ്ടതെന്ന് കിട്ടുന്നില്ല. മനസ്സിൽ മുഴുവൻ ദൈവിക സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്, ശക്തിയൊക്കെ ഉണ്ട്, ഒരുപാട് വചനമുണ്ട്, പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുണ്ട്. പക്ഷേ പറയാൻ കിട്ടുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഠിന നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും വിയാനിയച്ചൻ പറഞ്ഞു, മക്കളെ, ദൈവം സ്നേഹമാണ്. അത്രയും പറഞ്ഞിട്ട് നിർത്തുകയാണ്. ബാക്കി തുടർന്നുകൊണ്ട് പോകാൻ വിയാനിയച്ചന് കിട്ടുന്നില്ല, പറയാൻ പറ്റുന്നില്ല. വിശുദ്ധനായ വൈദികൻ വാക്കുകൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, വാക്കുകൾ കിട്ടാൻ. ജനത്തിൻ്റെ മനസ്സിൽ ഒരു ചലനം. ദൈവം സ്നേഹമാണെന്ന് 2ാം പ്രാവശ്യമാണ് അച്ഛൻ പറയണത്. ഇതെന്താ 2ാം പ്രാവശ്യം ഇങ്ങനെ തന്നെ പറയണത്? വേറൊന്നും പറയാൻ കിട്ടുന്നില്ലേ? അവർ ചിന്തിക്കാൻ തുടങ്ങി, ഇതെന്താണാവോ ഇത് തന്നെ പറയണത്? ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. 3ാം പ്രാവശ്യവും വിയാനിയച്ചൻ ഈ ജനത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സ്നേഹത്തോടെ പറയാണ്, മക്കളെ, ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. വേറെ ഒന്നും പറഞ്ഞില്ല. 3ാം പ്രാവശ്യം അത് പറഞ്ഞിട്ട് വിയാനിയച്ചന് ഒറ്റ കരച്ചിലാണ്. പറയാൻ കിട്ടാത്തതുകൊണ്ടും കൂടിയാണ് കരഞ്ഞത്. എന്താണേലും ദൈവത്തിൻ്റെ വചനാണല്ലോ. യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചിട്ടുള്ള ലേഖന ഭാഗത്തിലെ വാക്കുകളാണ്. ദൈവം സ്നേഹമാണ്. ഈ വാക്കുകൾ ആവർത്തിക്കപ്പെട്ട ആ സമയം അവിടെ ഉണ്ടായിരുന്ന ജനം മുഴുവൻ വലിയ മാറ്റത്തിലേക്ക് വരികയാണ്. അച്ഛൻ കരയണ കണ്ടപ്പോൾ അവരോർത്തു, ഷടാ, ഇതെന്താ അച്ഛൻ കരയണത്? അച്ഛന് അത്രയും സ്നേഹം കിട്ടിയോ? അച്ഛന് അത്രയും സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഞങ്ങൾക്ക് എന്താ പറ്റാത്തത്? അവരും കരയാൻ തുടങ്ങി. ജനം ഒറ്റ നിമിഷം കൊണ്ട് മാനസാന്തരത്തിലേക്ക്. ആ ഇടവകയിൽ അന്നേരം വന്ന സർവ്വ മനുഷ്യർക്കും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുകയാണ്. അധികമൊന്നും പറഞ്ഞില്ല, അധികമൊന്നും പറഞ്ഞ് വലിയ വാചക കസർത്തൊന്നും കാണിച്ചില്ല. ദൈവം സ്നേഹമാണ് കുഞ്ഞുങ്ങളെ, ദൈവം സ്നേഹമാണ്. വചനത്തിന് നമ്മളെ മാറ്റിമറിക്കാൻ പറ്റും, ആശ്വസിപ്പിക്കാൻ പറ്റും, സഹായിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും, ബലപ്പെടുത്താൻ പറ്റും, തളർച്ച എടുത്ത് നീക്കാൻ പറ്റും, സൗഖ്യം തരാൻ പറ്റും. എന്തോരു രീതികളിൽ തിരുവചനത്തെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സ്വീകരിക്കണം. എന്തുകൊണ്ടാണ് ഈ വചനം ഫലം ചൂടാത്തത്? പലപ്പോഴും തോന്നിയിട്ടില്ലേ? എത്ര വചനം വായിച്ചിട്ടുണ്ട്, ഒന്നും തോന്നിയിട്ടില്ല. എന്തോ ഒരു വചനം കേട്ടിട്ടുണ്ട്, എത്ര ധ്യാന സെൻറ്ററിൽ പോയി. ഇനി സെൻറ്ററില്ല പോകാൻ, എല്ലാ സെൻറ്ററിലും പോയി കഴിഞ്ഞു. ധ്യാന സെൻറ്ററുകളിൽ പോയി മടുത്തു. കേട്ട് ഒരു പരിവായി, ഒരു മാറ്റവും വന്നിട്ടില്ല. എന്തേ കാരണമെന്നറിയോ? എന്തേ മാറ്റം വരാത്തതെന്നറിയോ? നമ്മളിലെ നിസ്സംഗതയാകാം, നമ്മളിലെ താല്പര്യക്കുറവാകാം, നമ്മളിലെ വിശ്വാസക്കുറവാകാം, നമ്മളിലെ ആകുലതകളാകാം, നമ്മളിലെ ഭയപ്പെടുത്തുന്ന ചിന്തകളാകാം. ഏതെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് പൂർണ്ണ മനസ്സോടെ ദൈവമേ, നിൻ്റെ വാക്കുകളെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നൊരു ജീവിതത്തെ കർത്താവ് കയ്യിലെടുക്കും. സംശയം വേണ്ട, കർത്താവ് മാറ്റിമറിച്ചുകൊള്ളും. അങ്ങനെ വചനത്തെ സ്വീകരിക്കുന്നവരുടെ വാക്കുകൾ സ്വർഗത്തിൻ്റെ സ്വരമാക്കി മാറ്റുകയും ചെയ്യും. അവരുടെ വാക്കുകൾ സ്വർഗത്തിൻ്റെ സ്വരമാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തും. സംശയം വേണ്ട. ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഈ മാർട്ടിൻ ഒരുപാട് പേരോട് വചനം പ്രഘോഷിക്കുന്ന മനുഷ്യനാണ്. എല്ലാവരോടും വചനം പറയും, കാണുന്നവരോടൊക്കെ വചനം പറയും. അങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ഥലത്ത്
ഇതുപോലെ ശുശ്രൂഷ ചെയ്യാൻ മാർട്ടിൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. അവിടെ ഒരു പൈൻമരമുണ്ട് ആ ദേശത്ത്. ഈ പൈൻമരം അവർ തെറ്റായ രീതിയിൽ അതിനെ ആരാധിക്കുകയും വിഗ്രഹം പോലെ കാണുകയും അതിനെ വലിയ രീതിയിൽ പൂജ ചെയ്യുകയും കർമ്മം ചെയ്യും. അങ്ങനെ കുറേ പരിപാടികൾ, തെറ്റായ രീതിയിലുള്ള അനുഷ്ഠാനങ്ങളൊക്കെ അവരുടെ ഇടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ടൂറിസിലെ ഈ മാർട്ടിൻ പറഞ്ഞു, ഈ പൈൻമരം നീ ഇവിടെ വേണ്ട, അത് വെട്ടിക്കളയി, അത് ഇല്ലാണ്ടാക്കണം, അത് ശരിയാകുകയില്ല. അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ വിശ്വാസത്തിന് വല്ലാത്തൊരു മങ്ങലേൽക്കും, അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടും, ജനം മുഴുവൻ പാപത്തിലാവും. അപ്പം അതുകൊണ്ട് ആ പൈൻമരം വെട്ടിക്കളയണം. വളരെ ധൈര്യമായിട്ട് പറയാൻ അവരെല്ലാവരും കൂടെ ഒന്നടങ്കം എതിർത്തു മാർട്ടിനെ. അത് നടക്കുന്ന കാര്യമില്ല, ഇത്ര കാലം ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് ഒരാൾ വന്നിട്ട് വെട്ടാൻ പറഞ്ഞാൽ അത് നടക്കില്ല, ഞങ്ങൾ വെട്ടില്ല. ഉടനെ മാർട്ടിൻ പറഞ്ഞു, പറ്റത്തില്ല, അത് വെട്ടിക്കളയണം, അത് വിശ്വാസത്തിനെതിരാണ്, ദൈവത്തിലുള്ള ശരണം മനോഭാവത്തിനെതിരാണ് ആ കാര്യം, ചെയ്തേക്കല്ല്. ശക്തമായ രീതിയിൽ മാർട്ടിൻ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ പ്രബോധിപ്പിക്കുകയാണ്, അവരെ പഠിപ്പിക്കുകയാണ്, ബോധ്യങ്ങൾ കൊടുക്കുകയാണ്. കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ, വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അതിലൊരു മനുഷ്യൻ പറഞ്ഞു, ചെയ്തേക്കാം, മരം വെട്ടിയേക്കാം, അതാണല്ലോ ആവശ്യപ്പെടുന്നത്, മരം വെട്ടിയേക്കാം. പക്ഷെ ഒരൊറ്റ നിർബന്ധം. എന്താ നിർബന്ധം? മരം വെട്ടുന്ന സമയത്ത് ആ മരം വീഴാൻ സാധ്യതയുള്ളിടത്ത് മാർട്ടിൻ വന്ന് നിൽക്കണം, എന്നിട്ടോ കൈകൊണ്ട് താങ്ങി പിടിക്കണം. ആ മരം താഴെ വീഴാൻ പാടില്ല, അതേസമയം മാർട്ടിന് ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാൻ പാടില്ല, താങ്ങി പിടിക്കണം കൈകളിൽ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ മരം മുറിക്കും, ഞങ്ങൾ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നുകൊള്ളാം. ഇവരെ ഒരേ സ്വരത്തിൽ എല്ലാവരും കൂടെ കൈയടിച്ച് പാസ്സാക്കി. അത് തന്നെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി. ഒറ്റ നിമിഷം കൊണ്ട് അവരെല്ലാവരും കൂടെ ഒറ്റ ഗ്രൂപ്പ്. മാർട്ടിൻ ഇത് കേട്ടപ്പോൾ ഉള്ളിൽ സന്തോഷിച്ചു. ഇത്രയേ ഉള്ളൂ പ്രശ്നം, അത് ഈസി ആയിട്ട് ചെയ്യാം, കൈകൊണ്ട് താങ്ങി പിടിച്ചാൽ മതി, ഓക്കെ, അത് വിഷയമുള്ള കാര്യമല്ല. മാർട്ടിൻ്റെ കൂടെയുള്ള സഹശുശ്രൂഷകർ അവർക്ക് ടെൻഷനായി. എന്നാ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഈ മരത്തിൻ്റെ അടിയിൽ ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾ ബാക്കിയുണ്ടാവുമോ, അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, അത് ശരിയാകുകയില്ല. അവർ മാർട്ടിനെ പിന്തിരിപ്പിക്കാൻ തുടങ്ങി. മാർട്ടിനോട് പറഞ്ഞു, മാർട്ടിൻ വെറുതെ പോണ്ട, അതൊരു ബലപരീക്ഷണമാണ്, അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്തേക്കല്ലേ. മാർട്ടിൻ പറഞ്ഞു, നിങ്ങൾ ശാന്തരാവൂ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ക്രിസ്തു എന്നെ സഹായിക്കും, ഞാൻ പറഞ്ഞിട്ടുള്ള ക്രിസ്തുവിൻ്റെ വചനം എനിക്ക് ശക്തി തരും, ഈ പ്രതികൂല സാഹചര്യത്തിൽ അതിജീവിക്കാൻ എനിക്ക് ശക്തി ക്രിസ്തുവിൻ്റെ വചനം എനിക്ക് തരും. മാർട്ടിൻ ശക്തി പ്രാപിക്കുകയാണ്. ഒരു ദിവസം ഇടവേള കൊടുത്തു. മാർട്ടിൻ അവിടെ ആ സമയത്ത് അവരുടെ വെല്ലുവിളി സ്വീകരിച്ച് ഉത്തരം കൊടുക്കാൻ, ദൈവത്തിലേക്കുള്ള വിശ്വാസത്തിലേക്ക് അവരെ നയിക്കാൻ സന്നദ്ധനായിട്ട് നിൽക്കുകയാണ്. ആഘോഷമായിട്ട് പൈൻമരം മുറിക്കാൻ ആരംഭിച്ചു. എല്ലാവരും ഇപ്പോൾ ഇവിടെ എന്നാ സംഭവിക്കാൻ പോണത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറേ പേരുടെ മനസ്സിൽ തീയാണ്, ടെൻഷനാണ്. കുറേ പേര് ഇങ്ങനെ എന്നാൽ പിന്നെ നിന്നെ ഒന്ന് തോൽപ്പിച്ചിട്ടേ ഉള്ളൂ ആ വാശിയിൽ നിൽക്കുന്നവരാണ്. അങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് നിൽക്കുകയാണ് ആൾക്കാർ. പൈൻമരം മുറിക്കാൻ തുടങ്ങി. മാർട്ടിൻ സ്ഥലത്ത്, അവർ പറഞ്ഞ സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. മാർട്ടിൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വചനം പറഞ്ഞ് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനം ആവർത്തിച്ച് പറയും തോറും ദൈവിക ശക്തിയാണല്ലോ, അതിങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മരം മുറിച്ചു താഴേക്ക് ഇടുകയാണ്. മാർട്ടിൻ 2 കൈയും കൊണ്ട് ആ പൈൻമരത്തെ അങ്ങ് താങ്ങി പിടിക്കുകയാണ്. വളരെ കൂളായിട്ട്, ഒരു ഇറുക്കിൽ പിടിക്കണ പോലെ, ഒരു കൊച്ചു ചെടി പിടിക്കണ പോലെ കൈകൊണ്ട് അങ്ങ് താങ്ങി പിടിക്കുകയാണ്. മാർട്ടിനൊന്നും പറ്റിയില്ല. പൈൻമരം പതുക്കെ താഴെ വെച്ചു. ജനമാർത്ത് അട്ടഹസിക്കാൻ തുടങ്ങി. സത്യദൈവത്തെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞ്, സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദേശത്തുള്ള സകല മനുഷ്യരും വിശ്വാസത്തിലേക്ക് വരികയാണ്. ആ ദേശത്തുള്ള സകല മനുഷ്യരും വിശ്വാസ ജീവിതം സ്വീകരിക്കാൻ തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. 1-2 പേരല്ല, ഈ പറഞ്ഞ വെല്ലുവിളി നടത്തിയ മനുഷ്യർ മാത്രമല്ല, ആ ദേശവാസികളും മുഴുവൻ ഒറ്റ സെക്കൻഡ് നേരം കൊണ്ട് ആ പ്രദേശത്തുള്ള സകലരുടെയും ജീവിതങ്ങളെ നേടിയെടുക്കാൻ, അത്രയും ആത്മാക്കളെ ഒരുമിച്ച് നേടിയെടുക്കാൻ ഈ വിശുദ്ധന് സാധിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് പറയുന്ന ജീവിതങ്ങളെ ദൈവത്തിൻ്റെ സ്വരമാക്കി മാറ്റും. ദൈവത്തിൻ്റെ ശക്തി ആ സ്വരത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് കാണാം. വചനം പറയുന്നവരുടെ സ്വരങ്ങൾ ദൈവത്തിൻ്റെ സ്വരമാക്കി മാറ്റുകയാണ്. സ്വർഗത്തിൻ്റെ സ്വരമാക്കി അഭിഷേകം ചെയ്യുകയാണ്. സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവർക്കും ഇതേ അനുഭവങ്ങൾ കേൾക്കാൻ, സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടുകയാണ്. വചനം വായിക്കുമ്പോൾ ദൈവമേ എന്നെയും നിൻ്റെ സ്വരമാക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെയും നിൻ്റെ സ്വരം കേൾക്കാൻ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ സ്വരമാക്കി എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിനവും അനുനിമിഷവും ഏത് രീതിയിലേക്ക് നീങ്ങണം, ഏത് തീരുമാനമെടുക്കണം,
ഏത് കാൽവെപ്പുകൾ മുന്നോട്ട് വെക്കണം? സഹായിക്കാൻ. തിരുവചനം നമുക്കെന്നും താങ്ങായി തീരട്ടെ. തിരുവചനം എന്നും നമുക്ക് സ്വന്തമായി സൂക്ഷിക്കാൻ, എല്ലാവർക്കും സ്വന്തമായിട്ടൊരു വിശുദ്ധ ഗ്രന്ഥവും സ്വന്തമായിട്ടുള്ള ഈ വിശുദ്ധ ഗ്രന്ഥം എന്നും വായിക്കാനും മറക്കാതെ പൊന്നുപോലെ സൂക്ഷിക്കാനും ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവിക ശക്തി സ്വന്തമാക്കാനും നമുക്ക് സാധിക്കട്ടെ. ഒരു നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തോടെ എന്നോട് നീ സംസാരിക്കുമ്പോൾ തിരുവചനങ്ങളിലൂടെ എന്നും നിൻ്റെ സ്വരം കേൾക്കാൻ എന്നെ ഒരുക്കണേ ഈശോയെ, എന്നെ സഹായിക്കണേ ഈശോയെ. വിശുദ്ധ ഗ്രന്ഥത്തോട് ഒരു താല്പര്യവും ഒരു ആദരവും ഒരു ബഹുമാനവും ഒരു സ്നേഹവും എന്നിൽ വർദ്ധിപ്പിച്ചു തരണമേ എന്നും, തിരുവചനം പറഞ്ഞ് തിരുവചനം സ്വീകരിച്ച് എൻ്റെ സ്വരം സ്വർഗത്തിൻ്റെ സ്വരമാക്കി മാറ്റണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കൃപ തരണേ കർത്താവേ, ശക്തി നൽകണേ ഈശോയെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.